ഇത്തവണ നമുക്ക് ന്യൂ ഇയർ കോഴിക്കോട് ആഘോഷിച്ചാലോ എന്ന് ഹരി ചോദിക്കേണ്ട താമസം ഉണ്ടായുള്ളൂ കേട്ടോ. ഇത് ഞങ്ങളെല്ലാം രാവിലെ തന്നെ റെഡിയായി തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനായി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ വന്നു, ഞങ്ങളെല്ലാവരും കയറി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ. ഏകദേശം ഒരു എറണാകുളമൊക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നത്. ഇരുന്നപ്പോൾ തന്നെ ദേ പൊന്നഞ്ചേട്ടൻ നിഷാദ് ചേച്ചിയുടെ അടുത്തല്ല ഇരുന്നത്. അപ്പോൾ അത് ആ ഒരു സങ്കടം മനസ്സിലാക്കി ഞങ്ങളത് അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി. അതിനിടയിൽ ആരോമലെ മേളിൽ കയറി അങ്ങ് സെറ്റായി. കാരണം അവന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അമലും കയറി, അവനും ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ തലേദിവസം ഫോർട്ട് കൊച്ചിയിൽ DJ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണമാണ് പിള്ളേർക്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവമണിച്ചേട്ടനെയും നിഷാദ് ചേച്ചി എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു നാണമൊക്കെയാണ് ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ജോളിയായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. പക്ഷെ എല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. കുറേ 5 മണിക്കൂറൊക്കെ ഫുഡ് ഞങ്ങൾ ചെറിയ സ്നാക്സൊക്കെ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന വഴിയിൽ ഹുസൈൻസ് എന്ന് പറയുന്ന ഹോട്ടലിൽ കയറാമെന്ന് ഹരി പറഞ്ഞപ്പോൾ ഉള്ളൊരു സ്പീഡാണ് എല്ലാവർക്കും. വേഗം പോയി ഫുഡ് കഴിക്കാമെന്നുള്ളത്. ഓൾറെഡി ഞാൻ ഹരി നേരത്തെ തന്നെ ഈ ഹുസൈൻസിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബിരിയാണിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബിരിയാണിയാണ് കേട്ടോ. എനിക്കിവിടെ നിന്ന് ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് അകത്തോട്ട് കയറി. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും വന്നു. 2 ബീഫ് ബിരിയാണിയും 2 ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ബിരിയാണി ആണെങ്കിലും അതിനോടൊപ്പം തന്നെ 2 ചിക്കൻ പീസ് വറുത്ത് അവർ എക്സ്ട്രാ തരും കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ അത് കൂടാതെ റൈസ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആ ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. കാരണം നല്ല വിശപ്പും ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വയറ് നിറയെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളവിടെ നിന്ന് നേരെ ഞങ്ങളുടെ റൂമിലേക്കാണ് വന്നത്. അങ്ങനെ റൂമിൽ വന്ന് എല്ലാം കൂടി ഒരുമിച്ചൊരു കട്ടിലിൽ തന്നെ ഇരുന്നു. കഴിച്ച ബിരിയാണിയുടെ റിവ്യൂ പറയുവാണ് എല്ലാവരും കൂടി ഇരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു, സൂപ്പർ ബിരിയാണി. ഇതിന് മറ്റേ ഇതൊന്നുമില്ല, മസാലയൊന്നും ഇല്ലാത്ത സൂപ്പർ ബിരിയാണി. നല്ലതായിരുന്നു. നല്ല ഒരു ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ആരുവിനെ പോലെ തന്നെയായിരുന്നു ബിരിയാണി. അച്ചാറും അതുപോലെ തന്നെ സാലഡും പോലെ ചേട്ടനെ പോലെ നല്ല ഫ്ലേവറുകളില്ല, നല്ല സുഖം, നല്ല അടിപൊളി ബിരിയാണി. കഴിക്കാനും നല്ലൊരു ഗീ റൈസ് ആയിരുന്നു. കൊച്ചിന് പറയാൻ പ്രായമായിട്ടുള്ളത്. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ എന്തോ കഴിച്ച് ബിരിയാണി അറിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും ഫോണൊക്കെ നോക്കി ഒന്ന് പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് റെഡിയാവാൻ പോയി കേട്ടോ. വൈകിട്ട് ബീച്ചിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങളത് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ ബീച്ചിലേക്ക്. അപ്പോൾ നടക്കുന്ന വഴി തന്നെയാണെങ്കിലും കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് നടന്ന് നമ്മുടെ കുറ്റിച്ചിറ കുളത്തിൻ്റെ അവിടെ എത്തി. നല്ല രസമായിട്ടോ ഈ കുളത്തിൻ്റെ സൈഡിൽ വന്നിരിക്കാനായിട്ട്. നല്ല കാറ്റും നല്ലൊരു ഈവനിങ് വൈബ് തരുന്നൊരു പ്ലേസാണിത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് നടന്ന് അതിന് മുന്നിലൂടെ ഏകദേശം ഒരു 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ളൊരു പള്ളിയുടെ മുന്നിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നില്ല, നമുക്ക് പിന്നീട് അതൊരു വീഡിയോ ചെയ്തിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങളത് ബീച്ചിലേക്ക് കാഴ്ചകളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. എട്ടയിലെ ഹോട്ടലുണ്ട്, പിന്നെ ജാഫ്രിക്കയുടെ സോയാബീൻ കടയുണ്ട്, കൂൾ ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ചാമ്പ്യൻസ് ഉണ്ട്. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളാണ് കോഴിക്കോടത്തെ. പക്ഷെ ഞങ്ങൾ ആലിഗൻ്റെ പിസ്ത കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെ നടക്കുകയാണെങ്കിൽ ഞങ്ങളത് അവിടെ എത്തി. ഇവിടുത്തെ പപ്പായയും പിസ്തയും എല്ലാം നല്ല ഫേമസ് ആയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ ഖജൂർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റവും കൂടി ഇവരുടെ ഉണ്ട്. ഞങ്ങളെല്ലാം വാങ്ങി കുടിച്ചോട്ടാ. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു സമയം. നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത ദിവസമായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അഖിലിന് ഐസ് ഒരു കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഈ കടയിലേക്ക് വന്നു. ഇവിടെ ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇളന്തപ്പഴം ഉപ്പിലിട്ടതാട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. അതുമാത്രമല്ല പിന്നെ പൈനാപ്പിൾ, അത് ഓൾ ടൈം ഫേവറേറ്റ് ആണ്.
അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിച്ചു. ഞാനൊരു 3 ഇളന്തപ്പഴം ഉപ്പിലിട്ടത് കഴിച്ചു കേട്ടോ. പിന്നെ അതായത് നമ്മുടെ ഐശ്വര്യത്തി വന്നു, അതും എല്ലാവർക്കും ഇഷ്ടമായി. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല, എനിക്ക് ഉപ്പിലിട്ടതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നമ്മുടെ ഓറഞ്ച് സോഡ വാങ്ങി കഴിച്ചു. ഈ ഓറഞ്ച് സോഡ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് കുടിക്കാനാണ് ഏറ്റവും നല്ലത്. എനിക്കത് അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളതാണ് ഇഷ്ടം. നമ്മുടെ കോഴിക്കോട് നിന്ന് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഓറഞ്ച് സോഡ. അങ്ങനെ ഞങ്ങളിത് പതുക്കെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്കൊക്കെ നടന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആളുകൾ തന്നെയാണ് കൂട്ടമായിട്ട് നിന്ന് ഓരോരോ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെ ആ ഒരു വൈബിനൊത്ത ആളുകൾ, ഓരോ ടീംസ് ഉണ്ടാവില്ല, അവരോരോ ഒത്തുചേർന്ന് അവരുടെ വൈബിനൊത്ത പ്രോഗ്രാംസൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ കൂട്ടമായിട്ടാണ് അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര നിരാശയായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഉണ്ടാകാത്തതുകൊണ്ട്. കാരണം നമ്മളെപ്പോഴും ആലപ്പുഴയും ഫോർട്ട് കൊച്ചിയൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ നോക്കി കാണുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ അത് ഞങ്ങൾ തോന്നൽ മാത്രമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്തു. നല്ല ഒരു വൈബായിരുന്നു ഇവിടുത്തെ കുട്ടികളടക്കം എല്ലാവരും. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരും ഫാമിലിയാണ്. കുട്ടികളും കുഞ്ഞു കുട്ടികളും അമ്മൂമ്മമാരും ഒക്കെ ആയിട്ട് ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അല്ലേ, നല്ലൊരു ജനക്കൂട്ടമെന്ന് പറഞ്ഞാൽ അത്രയും ജനത്തിൻ്റെ നടുക്ക് നിന്നാണ് ഞങ്ങൾ ആ ഒരു ന്യൂ ഇയർ ഞങ്ങൾ ആഘോഷിച്ചത്. ഇത്തവണത്തെ ന്യൂ ഇയർ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ടാണ് ആഘോഷിച്ചത്. ഇത്രയും ശരിക്കും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സാധാരണ ആഘോഷിക്കാറ്. പക്ഷേ ഇത്രയും വൈബുള്ളൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ആഘോഷിക്കാൻ പറ്റി തന്നെയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ. അടിപൊളിയായിരുന്നു ആ ഒരു നൈറ്റ്. ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയത്. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ക്രൗഡായിരുന്നു ആ ഒരു സമയത്തും ഉണ്ടായിരുന്നത്. അത് വിത്ത് ഫാമിലി, ഉമ്മ ഉപ്പ കുഞ്ഞു കുട്ടികൾ ഒക്കെ എല്ലാവരും അവിടെ ലൈവായിരുന്നു ആ ഒരു സമയത്തും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് നടന്നു. 1-2 ദിവസം കൂടി ഞങ്ങൾക്ക് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതിനാൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ നാട്ടിലേക്ക് പോരേണ്ടി വന്നു.